ജി വി ഹരി പറയാം. അല്ല, ഞാൻ അദ്ദേഹം കുറച്ചു അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു മറുപടിയായിട്ടാണ് അത് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ആ കൊടിമരം ചരിഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കൊടിമരം ചരിഞ്ഞപ്പോൾ എൻ്റെ കാരണമായി അവിടെ കണ്ടെത്തിയത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയാറുണ്ടല്ലോ കബഡി നിരത്തി അല്ലെങ്കിൽ ദേവപ്രശ്നം, കറക്റ്റ്, അതാണ് ശരിയായിട്ടുള്ള വാക്ക്. ദേവപ്രശ്നം നടത്തിയിട്ട് അതിൻ്റെ കാരണമായി പുരുഷന്മാരവിടെ എന്താണ് ഉടുപ്പിട്ടിട്ട് കയറുന്നതുമാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം ചോദിച്ചു. നാളെ മഴ പെയ്യും എന്ന് തിരുവനന്തപുരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? മഴ പെയ്യാം, പെയ്യാതിരിക്കാം. ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പോലും താങ്കൾ പറയുന്ന ഈ ഒരു കാര്യത്തെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയില്ല. അതാണ് പല്ല് പറഞ്ഞത്, ഒരു വിശ്വാസമാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം നാളെ മഴ പെയ്യും പെയ്യില്ല എന്ന് പറയുന്നത് കവടി നിർത്തിയിട്ടല്ല, ദേവപ്രശ്നം വെച്ചിട്ടല്ല. അതിനൊരു ശാസ്ത്രീയമായ രീതികളും സമീപനങ്ങളും ഉണ്ട്. ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പം IMDയുടെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നാളെ തിരുവനന്തപുരത്ത് പെരുമഴ. നമ്മൾ കുടയൊക്കെ കേട്ടിറങ്ങി കറങ്ങി തിരിച്ച് വരുമ്പോൾ ഒരു തുള്ളി മഴ പെയ്യത്തില്ല. IMDയുടെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. എന്താ അതിൻ്റെ അടിസ്ഥാനം? അതുകൊണ്ട് അങ്ങനെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പം ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് വക്കീൽ അങ്ങനെ പറയാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അല്ലെങ്കിൽ ഗുരുമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അനിലും വിശ്വാസിയാണ്, അതുകൊണ്ട് അനിലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി പിടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ടിരുന്നോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറൽ മാസ് മുത്തപ്പൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടോണം എന്ന് പറയുന്നൊരു ലൈൻ നിങ്ങൾ സ്വീകരിക്കരുത്. അവിടുത്തെ ആളുകൾ അങ്ങനെ ഒരു കൊടിമരം ചരിഞ്ഞപ്പോൾ അതാണ് പ്രശ്നം. നമ്പ്യാരെ ഒരു സെക്കൻഡ്, അതിന് ഹൈക്കോടതിയിൽ കേസുണ്ട്, അതിൽ അമ്പല കമ്മിറ്റിക്കെതിരെ കേസ് വന്ന നിർമ്മാണത്തിൽ അപാകതയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി എന്താ, ഞാൻ പറയട്ടെ പ്രൈമറി എന്താ. ഞാൻ ഒരു കഥ കൂടി പറയാം വക്കീലെ, ഞാൻ ഒരു കഥ കൂടി പറയാം, ഒരു കഥയല്ല ഒരു സംഭവം കൂടി പറയാം. കഥയെന്ന് വേണമെങ്കിൽ ഞാൻ കഥയ്ക്കോ. ഈ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തുന്നുണ്ട് അല്ലേ? മഴ അങ്ങനെ ഒരു വലിയ യാഗമുണ്ട്, ഗുരുമൂർത്തി അങ്ങനെ ഒരു യാഗം ഉണ്ടല്ലേ അല്ലേ? അതിന്റെ പേരെനിക്കറിയില്ല. തൃശ്ശൂർ പാഞ്ഞാളില് അല്ലേ? പറയട്ടെ, തൃശ്ശൂരിൽ പാഞ്ഞാളിൽ മഴ പെയ്യിക്കാൻ, അതെ അത് അത് അരണി കടഞ്ഞിട്ട് വളരെ ഭംഗിയായി ആ യാഗം നടത്തി. അപ്പോൾ മഴയില്ലാത്തൊരു സമയത്താണ് വളരെ ഭംഗിയായിട്ട് ആ യാഗം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ വന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടോ എനിക്കറിയില്ല. ഞാനെന്താ ആ ഒരു യാഗം നടത്തിയ സമയത്ത് അതിൻ്റെ ഒരു ഇൻപുട്സ് എടുത്തപ്പോൾ നാസയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത് പഠിക്കാൻ അവരുടെ വലിയ യന്ത്ര സാമഗ്രികളുമായിട്ട് വന്നു. അതിന് പ്രത്യേക ഒരു ക്യാമറയുടെ പേരും പറഞ്ഞിരുന്നു. ഞാനത് അന്ന് ഓർത്തിരുന്നു, ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ട്രില്യൺ ക്യാമറാസ്, കറക്റ്റ്. അപ്പോൾ ആ ക്യാമറയിൽ ഇതിൻ്റെ മുഴുവൻ വിഷ്വൽസ് അവർക്ക് പകർത്തിയെടുത്തിട്ട് അവർ പറഞ്ഞു, there are some positive vibrations which happens when we do this particular thing എന്ന് അവർ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ല, നാസയിലെ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇനി രസകരമായ കാര്യം കൂടെ പറയാം. അതിന്റെ കഥ രണ്ടും കൂടെ പറയല്ലേ, അങ്ങനെ രണ്ടും കൂടെ പറയല്ലേ, ഏതെങ്കിലും ഒരെണ്ണം പറയും. യാഗവും പ്രശ്നം രണ്ടാണ്. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? നോക്കൂ, ഞാൻ പറയട്ടെ, യാഗത്തിന് യാഗങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ. ഞാൻ നമ്മൾ തമ്മിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഗുരുമൂർത്തി അങ്ങ് തമ്മിൽ തർക്കിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് കേൾക്കൂ, അങ്ങേക്ക് സംസാരിക്കാൻ, അങ്ങേക്ക് അഭിപ്രായം പറയാൻ അതിന് സമയം തരും. അപ്പൊ നോക്കൂ, ഇതിനകത്ത് യാഗം നടത്തി. യാഗത്തെ കഥ തീരുന്നില്ല കേട്ടോ. അപ്പൊ യാഗത്തിന് അവസാന ദിവസം മഴ പെയ്യുന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഒരു 1000 പേര് വന്നു. 1000 പേര് വന്നപ്പോൾ കൊടുമഴ, ഭയങ്കര മഴ. അതിൽ ഒരാൾ മാത്രം കുട പിടിച്ചു. ഒരൊറ്റ ആൾ കുട പിടിച്ച് നനയാതെ നിന്നു. ബാക്കിയുള്ള മുഴുവൻ ആളുകളും നനഞ്ഞു എന്നാണ് കഥ. എന്താ, ഇതിൽ ഒറ്റൊരുത്തനെ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, ഇതിൽ മഴ പെയ്യും എന്നുള്ളത്. അതുകൊണ്ട് അയാൾ കുടയായിട്ട് വന്നു. മനസ്സിലായോ? അപ്പോൾ ഈ 100 പേർക്കും വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഒരാളുണ്ടാവും, അയാൾ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. ആ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവനെ കൂടി ഉൾക്കൊള്ളണമെന്നാണ് രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് നീ അവൻ്റെ ശബ്ദം കൂടി കേൾക്കണം എന്നാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് പ്രതിപക്ഷം എന്നൊരു സംവിധാനം നമ്മുടെ ഈ ജനാധിപത്യത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം,
ഈ വിശ്വാസം അങ്ങ് പറഞ്ഞു യാഗവും ഇതും രണ്ടാണെന്നല്ല. യാഗം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവൻ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യം സംഭവിക്കാൻ നടത്തുന്നതാണ്. അതാണ് നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിവേദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ശത്രു സംഹാര പൂജ അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കും ഈ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൂജ നടത്തുന്നവന്മാരാണല്ലോ എന്ന് പറയും. ഏറ്റവും കൂടുതൽ ശത്രു സംഹാര പൂജയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നതാണ് അന്ന് പറയുന്നത്. എനിക്കറിയില്ല, അവിടെ ഞാൻ പറയുന്നില്ല. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ നേതാവ് കാടാമ്പുഴയിൽ പോയിട്ട് ഈ ശത്രു സംഹാര പൂജ മുട്ടറുകയും ചെയ്തു. എന്താ സംഭവം എന്നറിയോ? ഈ ഇപ്പൊ ഞാനിതൊക്കെ പറയുന്നത് ശരിയല്ലോ, ഞാൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ്. ഗുരുമൂർത്തി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കേൾക്കാൻ ആളുകൾ താല്പര്യം ഉണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ വായിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിലുള്ള ക്രോധം, കോപം, അസൂയ, കുശുമ്പ്, ഏഷണി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാതിരിക്കണമേ ഭഗവാനെ എന്ന് സ്വയം പറഞ്ഞിട്ട് അവൻ്റെ ഉള്ളിലുള്ള ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇതറിയാത്തവർ എന്താ വിമർശിക്കുന്നത്? അമ്പലത്തിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, അവിടെ ശത്രു സംഹാര പൂജയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണോ ഒരു അമ്പലം നടത്തേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്താണ് അമ്പലം, എന്താണ് അമ്പലം എന്ന സങ്കല്പം, ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വക്കീലെ ഞാൻ പറയട്ടെ, അങ്ങക്ക് ഇതൊന്നും അറിയില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങയുടെ ആ ഇതിനെക്കുറിച്ച് വേദങ്ങളെക്കുറിച്ച് പുസ്തക ശേഖരത്തിലൊക്കെ എനിക്കറിയാം. പക്ഷേ എന്താ പ്രശ്നം, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വോട്ട് കിട്ടാൻ ഇതൊന്നും യാഗത്തിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്, ഈ കൊടിമരത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നാണ്. കൊടിമരത്തിനും ശാസ്ത്രീയ അടിത്തറയുണ്ട്. കൊടിമരത്തിനെ ശാസ്ത്രീയ അടിത്തറ ഉള്ളൂ. ആ കൊടിമരം എന്താണ് അങ്ങ് മനസ്സിലാക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് മനസ്സിലായി. ഈ കൊടിമരം ചരിഞ്ഞതിന്റെ കാരണമായി അവിടെ ദേവപ്രശ്നത്തിൽ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല ഇത് നോക്കിയിട്ട് പറഞ്ഞത്. എന്താ ഇതിങ്ങനെയാണ്, ഇത് ചരിഞ്ഞതിൻ്റെ കാരണം ഉൾപ്പെടാതെ കയറിയതാണെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല പറഞ്ഞത്. അതിന് പറയാൻ അർഹതയുള്ളവർ തന്നെയാണ് പറഞ്ഞത്. ആ പറഞ്ഞ അർഹതയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജ്യോത്സ്യന്മാരെന്ന് വളരെ സിമ്പിളായിട്ട് പറയും. ഞാൻ അവരെ വിളിക്കുന്നത് ദൈവജ്ഞർ എന്നാണ്. അതറിയാൻ കഴിയുന്നവരെന്നാണ്. ഓക്കെ.